ഡീസലിന് വില കൂട്ടി, പെട്രോളിന് വില കുറച്ചു. ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി തൊഴിലില്ലായ്മയല്ല. എന്നാ മാഷ് പറ, എന്തിനു വേണ്ടി സമരം ചെയ്യണം? സമരം കൊണ്ടൊന്നും കാര്യമില്ല, പ്രായോഗികമായി ചിന്തിക്കുകയാണ് വേണ്ടത്. എന്നാ മാഷ് തന്നെ പറ, ഞങ്ങൾ എന്ത് ചെയ്യണം? ഭക്ഷണം തന്നെ വിഷമായി മാറിയിരിക്കുന്നു. മനുഷ്യൻ്റെ ആന്തരിക അവയവങ്ങളെ മാത്രമല്ല, ജീവന് തന്നെ ഭീഷണിയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നാം ദിവസവും കഴിക്കുന്ന ഭക്ഷണം. അതിന് ഭക്ഷണം വാങ്ങാൻ പണം വേണ്ടേ? അപ്പോൾ ജോലിയല്ലേ പ്രധാനം മാഷേ? എനിക്ക് തോന്നുന്നു തൊഴിലില്ലായ്മയാണ് ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനം. ഞാൻ കാണുന്നത് 15 വർഷം കഴിഞ്ഞുള്ള നമ്മുടെ കേരളത്തെയാണ്. മനുഷ്യനില്ലാതാകുന്ന ഒരു നരകം. സ്നേഹവും സഹകരണവും പരസ്പര വിശ്വാസവും അന്നാർക്കും ഉണ്ടാകില്ല. ചതിയും വഞ്ചനയും നിറഞ്ഞ് സമാധാനം കിട്ടാൻ ഓടി നടക്കുന്ന മനുഷ്യജന്മങ്ങൾ മാത്രമായിരിക്കും ഓരോ കുടുംബങ്ങളിലും. എൻ്റെ മാഷേ, നാളത്തെ കാര്യം ഒരു പിടിയുമില്ല. പിന്നെയല്ല 15 വർഷം. മാഷിന് ഭ്രാന്താ, പഠിപ്പ് കൂടി പോകണ്ട. ആയിരിക്കാം, പക്ഷേ നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പോൾ നാം ഉപയോഗിക്കുന്ന ബ്രോയിലർ കോഴി, ഫാസ്റ്റ് ഫുഡ്, മരുന്നൊഴിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന പഴവർഗ്ഗങ്ങൾ എല്ലാം മനുഷ്യനിൽ ജനിതക തകരാറുകൾ സൃഷ്ടിക്കും. പുരുഷന്മാർ സ്ത്രൈണ സ്വഭാവവും സ്ത്രീകൾ പുരുഷ മേധാവിത്വവും പ്രകടിപ്പിക്കും. അതാണ് അടുത്ത 15 വർഷത്തിൽ കേരളമെന്നല്ല ഇന്ത്യ തന്നെ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. കാലം ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു. ചേട്ടാ പാല്. ഇന്നെന്നെ അരക്കുപ്പിയായതോ? ബിസി ആയിപ്പോയി ബ്രോ, ബാക്കി വെള്ളം ഒഴിച്ചോളൂ. ചേച്ചി എന്തിയെ? വിട്ടുപോടാ. പാലും പഴവും കൈകളിലെ. സോഫി, ദേ പാല്. ഒരു ചായ ഇങ്ങെടുക്ക. നാഴിക്ക് 40 തൊട്ടും ചായ കുടിച്ചാ പാലിന്റെ പൈസ ആരും കൊടുക്കും? ഡിസംബർ വെക്കേഷൻ കഴിഞ്ഞിട്ട് മടങ്ങി വരുമ്പോ ഇതിനൊരു പരിഹാരം ഉണ്ടാവണം. ഒരു മിനിറ്റേടാ, ഒന്ന് ഹോൾഡ് ചെയ്യേ. നീ എന്താടാ ഇന്നലെ വിളിക്കാഞ്ഞേ? ഞാൻ ഒരുപാട് കാത്തിരുന്നു. എടാ ജോസേ, ആ ഇരിക്ക. മന്ത്രിയുടെ അടുത്ത് എല്ലാ വിഷയങ്ങളും ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത്തവണത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്റെ പറമ്പിലേക്കുള്ള വഴിയുടെ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർത്ത് അവരത് തുറന്നു തരും. എൻ്റെ വല്യപ്പൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അത്. ആ പാവത്തിനത് കഴിഞ്ഞില്ല. അങ്ങനെയെങ്കിലും നീ ആ സ്ഥലം ഒന്ന് വിറ്റിട്ട് രക്ഷപ്പെടാൻ നോക്ക്. കാലം കുറെ ആയില്ലേ. എന്നായാലും ആ റോഡിന് ഞാൻ എൻ്റെ വല്യപ്പൻ്റെ പേര് തന്നെ നൽകും. എടി സോഫി, ഇവർക്ക് ചായ എടുക്ക്. കണ്ട അലവലാദിക്കൊക്കെ ചായ കൊടുക്കാൻ ഇത് ചായക്കടയൊന്നുമല്ല. സാരമില്ല, ഞങ്ങൾക്ക് മനസ്സിലാവും നിന്റെ അവസ്ഥ. സാറില്ല, പോട്ടടാ. ഒന്ന് പോടാ, നാളെ വരുവോ? എടി, നീ എന്നെ നാണം കെടുത്തി അടങ്ങോളൂ അല്ലേ? എന്റെ ആങ്ങളമാർ തന്ന പൈസയും കൂടിയാ നിങ്ങൾ നശിപ്പിക്കുന്നത്. എന്റെ സ്വർണം മുഴുവൻ വഴിക്ക് വേണ്ടി കേസ് കളിച്ച് തീർത്തു. ഇനി ആകെയുള്ളത് വെള്ളിക്കൊലിസാ. എടി നീ എന്നാടി? നീ എന്നെ നാണം കെടുത്തി അടങ്ങോളൂ. നിങ്ങൾ എന്നെ പേടിപ്പിക്കുന്നേ? നീ എന്നാണ് ചെയ്യാൻ പോകുന്നേ? എടി നിന്നെ കൊല്ലൂടി. നീ ജീവിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ലടി. ആരാടി? നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നീ
നീ അവളെ വിട്. ശ്ശെ, അവിടെ ഇരിക്കേ. ഈ അവസ്ഥയിൽ നിങ്ങൾ ഇങ്ങനെ വഴക്കിടാമോ? നീ ഒന്ന് സമാധാനപ്പെട്. ചേട്ടായിക്ക് എന്തറിയാം? എനിക്കിവിടെ പട്ടിയുടെ വിലയാ. സ്വന്തം എന്ന് പറയാൻ എനിക്ക് എന്നാ ഉള്ളേ? നീ അവളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്ക്. വലിയ കുടുംബത്തിൽ നിന്ന് വന്ന കുട്ടിയാ. അവരുടെ ഒപ്പം നമ്മൾ എത്തില്ലല്ലോ. തൽക്കാലം അവളെ വിഷമിപ്പിക്കണ്ട. പ്രാർത്ഥിക്ക്, ദൈവം വഴി കാണിച്ചു തരും. ഓ, ഇതിന് മേലെ ഡൈവേഴ്സ് ആയിരുന്നു. കേറിപ്പോടി ചിലക്കാണ്ട്. ജോസേ, വിട്ടുകളാ, ഞാൻ ഇറങ്ങുക. ജോസേ, നിന്റെ അവധികളൊക്കെ തീർന്നു. ഒരറ്റം തൊട്ട് ഞാനങ്ങ് കുലുക്കി അങ്ങ് എടുക്കും. എന്റെ ഡീലിംഗ് ഒക്കെ നിനക്ക് അറിയാലോ. ഇക്ക എനിക്ക് കുറച്ച് സാവകാശം തന്നെ തരാലോ. വഴിയുടെ പ്രശ്നം ഉടനെ തീരും. പിന്നെ പെട്ടെന്ന് ആ സ്ഥലം വിൽക്കാം. ഇക്കയുടെ പൈസ മുഴുവൻ ഞാൻ തന്നോളാം. നടപടി ഉണ്ടായില്ലെങ്കിൽ ഓടെ അടുത്തേക്ക് ഒരു വഴി ഞാനങ്ങ് വെട്ടും. എന്നൊക്കെ പോട്ടറ മോനെ. വന്നു വന്ന് എന്നെ കൂടി പണയം വെക്കേണ്ട അവസ്ഥയായി. ഓ, നശിച്ച ജീവിതം. എനിക്കിനി ജീവിക്കണ്ട. ജോസേ, വണ്ടി കയറ്. ജോസ് പറയുന്ന പോലെ ഇതത്ര സീരിയസ് പ്രശ്നമൊന്നുമല്ല. നാം ചിന്തിക്കുന്നത് ഭാര്യമാരെല്ലാം ഒരു വിലങ്ങത്തടിയാന്ന്. സീരിയസ് ആയി ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ മാത്രമാണ്. എങ്കിൽ ജീവിതം ആസ്വദിച്ചുകൂടെ? എനിക്കതിന് സാധിക്കുന്നില്ല ഡോക്ടർ. ഞാൻ എന്തു ചെയ്താലും കുറ്റം. പണമില്ലാത്തവൻ, ജോലിയില്ലാത്തവൻ, എന്തിനിപ്പോൾ കാണാൻ കൊള്ളാത്തവനുമായി. അവളുടെ മനസ്സിൽ ആരോ ഉണ്ട്. ഒന്ന് വേഗം വരണം കേട്ടോ. നല്ല സെറ്റപ്പൊക്കെ ആണല്ലോ. ആ, നീ എപ്പോ വന്നു? ഞാൻ വന്നിട്ട് അല്പം നേരമായി. ഞാൻ കുളിക്കുകയായിരുന്നു. എന്താപ്പാ കുളിച്ചേ? ഓ, ഒറ്റയ്ക്കായിരുന്നോണ്ട് വല്ലാത്ത ബോറടി. ഞാൻ വിചാരിച്ചാലും സോഫി സുന്ദരിയാ. നമ്മുടെ കുട്ടിക്കാലം പലപ്പോഴും ഞാൻ ഓർക്കും. ഓ, എന്റെ ലൈഫ് സ്പോയിലായടോ. അയാളെ എനിക്കിനി സഹിക്കാൻ വയ്യ. ഓ, ഞാൻ സ്വപ്നം കാണുന്നത് ആൻഡ്രോയോടൊപ്പമുള്ള ഒരു ജീവിതമാ. നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാം. എന്നെ സ്വീകരിക്കില്ലേ? സോഫി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഫ്രണ്ടാ.
പക്ഷേ ഞാൻ റാണിനെ മാത്രമേ എൻ്റെ ലൈഫ് പാർട്ണർ ആക്കൂ. ഐ എം ഇൻ ലവ് വിത്ത് മൈ കോളിംഗ്. ഐ ഹേറ്റ് യു. ഇറങ്ങ് എന്റെ വീട്ടിൽ നിന്ന്. നീ എന്നെ മിസ്യൂസ് ചെയ്തു. ഇറങ്ങിപ്പോ. ബൈ സോഫി. സോഫി വീട്ടിൽ തനിച്ചല്ലേ? പഴയ കാലമൊന്നും അല്ല. ഉത്തരവാദിത്തം കൂടി വരികയാണ്. നീ വെറുതെ ജീവിതം നശിപ്പിക്കരുത്. ഈ ഭാര്യമാരൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നതിന് മുമ്പ് നമുക്കൊരു നല്ല കുട്ടിക്കാലം ഉണ്ടായിരുന്നില്ലടാ. ചക്കയും മാങ്ങയൊക്കെ തിന്നു വളർന്ന ആ പഴയ കാലം. ആ പഴയ ചേട്ടായി തന്നെയാ നിന്റെ മുന്നിൽ നിൽക്കുന്നത്. ഇതങ്ങ് കയ്യിൽ വെച്ച്. എൻ്റെ വീടിൻ്റെ ആധാര. കുറച്ച് പ്രശ്നങ്ങൾ തീരില്ലേ? ഈ ചേട്ടായിക്ക് ഇതൊക്കെയല്ലടാ കഴിയുള്ളൂ. ഇതെന്റെ അവസാനത്തെ ചാട്ടമാണ്. ഞാൻ പഞ്ചായത്ത് മെമ്പറാണെങ്കിൽ ഇനി കാറിലേ വരൂ. ജാണി, എന്തിനായാലും കാറിനെ വരൂ എന്ന് പറഞ്ഞാൽ കാറിനെ വരൂ. ആത്താണ്. വഴിയുടെ പണിയൊന്നും തീരട്ടെ രമേശ. അതിനു മുമ്പ് നീ ഫ്ലൈറ്റ് ഓടിക്കാൻ നോക്കല്ലേ? എടാ ജോസേ, നമ്മൾ കേസ് ജയിച്ചടാ. ജോണി, നീ എന്തായി പറയണത്? വിധി നമുക്ക് അനുകൂലമായി. പഞ്ചായത്തിൽ നിന്ന് നിന്റെ വല്യപ്പന്റെ പേര് റോഡിന് നൽകാൻ അനുമതി ലഭിച്ചു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഈ റോഡ് നാമകരണം ചെയ്യും. വാ, നമുക്കെന്നാൽ സോഫിനെ ഈ വിവരം അറിയിക്കാം. എല്ലാവർക്കും സന്തോഷമാകും. സോഫി, നമ്മൾ കേസ് ജയിച്ചടി. രമേശ, ജോണി, കേറുവാ. ചേട്ടാ ഇരിക്ക. ഒന്ന് പറഞ്ഞു കൊടുക്കേട്ടായി, നമ്മൾ കേസ് ജയിച്ചു. സോഫി എന്തിനാ കരയുന്നേ? സോഫി, എന്തു പറ്റി? ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണം.